ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് രണ്ട് ആളുകൾ പേഴ്സണൽ മെസ്സേജ് ആയി ചോദിച്ചൊരു കാര്യമാണ് തത്തകൾ നന്നായി സംസാരിക്കാനും അതുപോലെ ഇടപഴകാനും തത്തകളെ ചിറക് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് സർക്കിളിൽ ആരെങ്കിലും തത്തകളെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു കാര്യം പറയുള്ളത്, നമ്മൾ പുറം രാജ്യങ്ങളിലും അതുപോലെ ടി വി ഷോ, മാജിക് ഷോ പോലത്തെ ഒരു പ്രോഗ്രാമുകളിലൊക്കെ കാണുന്ന നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള തത്തകളുണ്ട്. മെക്കാവോ, ആഫ്രിക്കൻ ഗ്രേ, ആമസോൺ പാരറ്റ്, കൊക്കാറ്റോ, ഇങ്ങനത്തെ തത്തകളൊക്കെ അവർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നൊക്കെ ചിറക് കട്ട് ചെയ്തിട്ടുണ്ട്. അവർ രണ്ട് രീതിയിൽ ചിറക് കട്ട് ചെയ്യും. ഒന്ന് ചിറകിൻ്റെ അഗ്രഭാഗം റൗണ്ട് ഷേപ്പിൽ കത്രിക വെച്ച് കട്ട് ചെയ്യും. പിന്നെ ഒന്ന് ഉൾച്ചിറക് നന്നായി ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കും. അങ്ങനെ രണ്ട് രീതിയിൽ കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അവർ ചെറുതായിട്ട് പറക്കുകയൊക്കെ ചെയ്യും. ഒരു 5 അടി ഹൈറ്റിൽ കുറച്ച് 10-20-30 മീറ്ററൊക്കെ ദൂരത്ത് വരെ പറക്കുകയൊക്കെ ചെയ്യും. എന്നാലും നമുക്ക് നോക്കിയാൽ കാണുന്ന രൂപത്തിൽ പറക്കും. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, അടിച്ചിറക് ഒരിക്കലും കട്ട് ചെയ്യരുത്. അടിച്ചിറക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിളികൾക്ക് ഭയങ്കര പെയിനാണ്. തത്തകളിൽ നല്ല ഒരു കിളികൾ നമ്മളിപ്പോൾ കോക്ടെയിൽ അതുപോലെ ബജീസൊക്കെ വളർത്തുന്നവരുണ്ടാവും, വീട്ടിൽ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുള്ളവർ. അപ്പോൾ അങ്ങനത്തെ കിളികളാണെങ്കിലും അടിച്ചിറക് കട്ട് ചെയ്ത് അത് പെയിനാണ്. അപ്പോൾ അവർക്ക് കടിക്കാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നാടൻ തത്തകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1.5 വയസ്സ് വരെ ഒരു കാരണവശാലും കട്ട് ചെയ്യരുത്. 1.5 വയസ്സ് വരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, പേടി അത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ 1.5 വയസ്സ് വരെ കട്ട് ചെയ്യാതിരിക്കുക. പിന്നെ 1.5 വയസ്സിന് മുകളിലുള്ളത് നിങ്ങളോട് ഇണങ്ങളില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിച്ച പോലെ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്താലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ ചിറക് കട്ട് ചെയ്തായി തോന്നില്ല, നമുക്കറിയാം. പിന്നെ അത് പറക്കാൻ ശ്രമിക്കുമ്പോഴുള്ളൂ അത് നമുക്ക് മനസ്സിലാവുക, കാണുന്നവർക്ക് മനസ്സിലാവും. പൊതുവേ ഇങ്ങനെ കട്ട് ചെയ്ത് തത്തകളൊന്നും പറക്കാൻ ശ്രമിക്കൂല, അവർക്ക് ആ ഒരു പേടി ഉണ്ടാവും. അത് കാരണം തത്ത ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ, ചെറിയ കുട്ടി തത്തകളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കുക, വളർത്തുക. അപ്പോൾ അവർക്ക് നന്നായി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിറക് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള തത്തകളായിക്കോട്ടെ, വേറെ ഏത് പക്ഷികളായിക്കോട്ടെ, നമ്മൾ മേടിച്ചിട്ട് ഒരു കൂട്ടിലിട്ട് അടച്ചുകൊണ്ട് ഒരിക്കലും ഇണങ്ങില്ല. നമ്മൾ മാക്സിമം ഒരു ദിവസം ഒരു 10-20 മിനിറ്റെങ്കിലും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ അവർ ഇണങ്ങുള്ളൂ. ഫുൾ ടൈം കൂട്ടിൽ നിന്ന് അവരെ റിലീസ് ചെയ്തിട്ട് അവരെ കൂടെ നിന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ ഏതാச்சுം കുറച്ചൊക്കെ കൊടുക്കുക. എന്നിട്ട് അങ്ങനെ പയ്യെ ട്രെയിൻ ചെയ്തിച്ചു കൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇണങ്ങും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.